സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ അനുവദിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ 5 വർഷമായി ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. 2019 മുതൽ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ എനിക്ക് ഈ സാക്ഷ്യം പറയാൻ ദൈവം ഒരുക്കിയത്. ഞാൻ ഇന്നലെ രാവിലെ ഇങ്ങോട്ട് ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുമായിരുന്നു. ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ റെഡിയായി. ഒരു 9 മണിയായപ്പോൾ ബസ്സിൽ കയറി. ബസ് അവിടെ നിന്ന് വിട്ടു. കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം. ടിക്കറ്റ് എടുക്കാൻ ഞാൻ നോക്കുമ്പം എൻ്റെ പേഴ്സ് എൻ്റെ കയ്യിലില്ല. ഞാൻ അവിടെ നിൽക്കുന്ന സ്ഥലമെല്ലാം നന്നായിട്ട് നോക്കി, അവിടെ എവിടെയും പേഴ്സില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ആ പേഴ്സിൽ 3/4 പവൻ്റെ ഒരു ബ്രേസ്ലെറ്റ്, 3 ATM കാർഡുകൾ, അക്കൗണ്ടിലെല്ലാം പൈസ ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ ലൈസൻസ്, ആധാർ കാർഡ്, അങ്ങനെ വിലപ്പെട്ട ഒത്തിരി ഇതെല്ലാം ഉള്ള പേഴ്സായിരുന്നു നഷ്ടപ്പെട്ടത്. ഞാൻ ആകെ സങ്കടപ്പെട്ടു. ഞാൻ ഇടയ്ക്ക് വെച്ച് അവിടെ നിന്ന് ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് ആകെ പ്രയാസമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരു സ്ഥിതിയായി. എന്നിട്ട് പിന്നെ ഞാൻ തിരിച്ച് വൈറ്റില ഹബ്ബിൽ നിന്നാണ് ഞാൻ കയറിയത്. തിരിച്ച് വൈറ്റില ഹബ്ബിലേക്ക് തന്നെ പോയി. വൈറ്റില ഹബ്ബിൽ ചെന്ന് പോലീസിന് വിവരം അറിയിച്ചു. എൻ്റെ പേഴ്സ് ഇങ്ങനെ നഷ്ടപ്പെട്ടു, ഇത്രയും സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം മരട് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ടുപോയി പരാതി കൊടുത്തു. ഈ സമയങ്ങളിൽ അത്രയും പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം. കാരണം എനിക്കറിയില്ലാത്ത ഒത്തിരി പേര് എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന ഒരു അനുഭവം എനിക്ക് ആ സമയത്തുണ്ടായി. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു വ്യക്തി അടക്കം പലരും വഴി ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ഞാൻ അപേക്ഷ കൊടുത്തു. 9 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 9 മണി മുതൽ 11:30 വരെയുള്ള സമയത്ത് പരിശുദ്ധ അമ്മേനെ ഒത്തിരി അനുഗ്രഹിച്ചു. ഞാൻ സങ്കടപ്പെട്ടു. ഞാനൊരു ഉടമ്പടി പുതുക്കാൻ വരുമായിരുന്നു. പക്ഷേ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, തിരിച്ചു പോകേണ്ട സാഹചര്യമാണല്ലോ എന്നെല്ലാം ഞാൻ കരുതി. പക്ഷേ 11:30 ആയപ്പോൾ എനിക്കൊരു കോള് വരുവാണ്. KSRTC ബസ്സിൻ്റെ കണ്ടക്ടറും ഡ്രൈവറും കൂടി എന്നെ വിളിക്കുകയാണ്. അവർ തിരികെ ചേർത്തലയിലെത്തിയപ്പോൾ ബസ്സിൽ നിന്ന് എല്ലാവരും ഇറങ്ങിപ്പോയപ്പോൾ സീറ്റിൽ ഒരു പേഴ്സ് അവർ കാണുക. ആ പേഴ്സ് എൻ്റെ പേഴ്സായിരുന്നു. എൻ്റെ നമ്പർ പോലും ആ പേഴ്സിലില്ലായിരുന്നു. ഞാൻ ലിസി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാർഡ് വെച്ച് അവർ ലിസി ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ഹോസ്പിറ്റലുകാർ ആദ്യം വൈമുഖ്യം കാണിച്ചെങ്കിലും പിന്നീട് എൻ്റെ നമ്പർ കൊടുത്തു. അങ്ങനെ എൻ്റെ നമ്പർ തപ്പിപ്പിടിച്ച് അവരെന്നെ വിളിച്ചു. പറഞ്ഞ ഒരു സാധനം പോലും നഷ്ടപ്പെടാതെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നഷ്ടപ്പെട്ട ഉടനെ തന്നെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇന്ന് തന്നെ ഈ പേഴ്സ് തിരികെ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും എന്നാണ് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്. അതുപോലെ തന്നെ 2 മണിക്കൂറിനുള്ളിൽ എൻ്റെ നഷ്ടപ്പെട്ടു പോയ പേഴ്സ് ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇത്രയും വിലപ്പെട്ട സ്വർണവും എല്ലാം ഉള്ളപ്പം കിട്ടുന്നവരാരും തന്നെ, അപൂർവം ചില വ്യക്തികൾ ഒഴികെ ആരും തന്നെ അത് കൊടുക്കാൻ സാധ്യതയില്ല. എവിടെയെങ്കിലും ആരെങ്കിലും അത് എടുത്തിട്ട് വലിച്ചെറിഞ്ഞ് കളയുകയുള്ളൂ. പക്ഷേ അത് വളരെ സുരക്ഷിതമായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ കൈകളിലേക്ക് തിരിച്ചെത്തിച്ചു. ഒരു മനുഷ്യൻ പോലും അത് കണ്ടില്ല. ഞാൻ ആ സീറ്റിൽ വളരെ ഇതായിട്ട് അത് ഇരിക്കും. അതങ്ങനെ തിരിച്ച് അവർ 3 മണിയായപ്പം തിരികെ വൈറ്റില ഹബ്ബിൽ അതെനിക്ക് കൊണ്ടുവന്നു. ഞാൻ ഇന്നലെ തന്നെ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. പക്ഷേ സാക്ഷ്യം പറയാനുള്ളൊരു സാഹചര്യം അപ്പോൾ ഇല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞായിരുന്നു. ഞാനിവിടെ എത്തിയപ്പോൾ 4:45 എങ്കിലും ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം വന്ന് ഞാൻ സാക്ഷ്യം പറയും. അങ്ങനെ ഇന്ന് ഞാൻ വന്നു, ഇതാ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നു. ഉടമ്പടി പുതുക്കി, എൻ്റെ 4ാമത്തെ പുതുക്കൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഈ ഉടമ്പടി കാലഘട്ടത്തിൽ ഉടനീളം പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ എല്ലാം ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു ഇതെൻ്റെ 3ാമത്തെ സാക്ഷ്യമാണ്. ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ചുരുക്കി എല്ലാം ഞാൻ പറയുവാണ്. ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വിനിയോഗിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നു. ആരാധനയിലോ കുടുംബ പ്രാർത്ഥന ഒരിക്കൽ പോലും മുടക്കാൻ ഇടവന്നിട്ടില്ല.
പിന്നെ കുട്ടികളെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും, പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരുപക്ഷെ സാമ്പത്തികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ മനോവിഷമം അനുഭവിക്കുന്ന വ്യക്തികളെ അവരാശ്വസിപ്പിച്ച് ഏതെങ്കിലും തരത്തിലെല്ലാം എന്നും ഈശോയ്ക്ക് സാക്ഷ്യം നൽകാൻ കർത്താവ് എന്നെ അനുഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു.